ഹലോ. അപ്പോൾ ഇന്ന് പൂരാടാണ് കേട്ടോ. ഇന്ന് രാവിലെ എണീച്ച് വിളക്കൊക്കെ വെച്ചത് നേരെ തന്നെ പൂവിട്ടു കേട്ടോ. അന്ന് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസം ഉത്രാടമാണ് കേട്ടോ. ഉത്രാടത്തിനും രാവിലെ എണീച്ച് ഒരു ചെറിയ പൂക്കളാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ ഇപ്പം ഞാൻ പുതുതായിട്ട് വായിക്കുന്നത് ഈ ഒരു ബുക്കാണ് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് നൂൽപുട്ടും ചായയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മോൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയോട് കൂടിയാണ് ദിവസം സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല പെരുമഴ പോലെയായിട്ടോ. അന്ന് ഫുള്ളും ഒരു മഴ ദിവസമായിരുന്നു. പിന്നെ ഇത് എൻ്റെ അമ്മേൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൈയൊക്കെ വെട്ടി ഒരു സ്ലീവ്ലെസ് ബ്ലൗസാക്കി എടുത്തതാണ്. നാളെ എന്തായാലും ഓണത്തിൻ്റെ അന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം അമ്മുമൊക്കെ ആയിട്ട് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ സാരി എൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുമല്ലോ, അപ്പോൾ ഉടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് സിൽക്ക് മന്ദിർ നിന്നാണ്. ഇപ്പോൾ ഒരു 3.5 കൊല്ലമായി. ഇതാകെ 1-2 തവണയൊക്കെ ഞാൻ ഉടുത്തിട്ടുള്ളൂ. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നേരെ ബാലുശ്ശേരിക്ക് പോയി. ഞങ്ങൾക്ക് പൂ വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ തിരുവോണത്തിൻ്റെ അന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പോയത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാനാണ്. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും പൂ വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ഇവിടെ നിന്നാണ് വാങ്ങിയത്, പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന് ബാക്കി പൂവും കൂടി മേടിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പൂവാണ് കേട്ടോ തിരുവോണത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടി വാങ്ങിയത്. അപ്പോൾ തിരുവോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ഓക്കെ, ബായ്.